വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഹഖ്ഖ തുഖാതിഹി, അവനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകാൻ പാടില്ല. നമ്മുടെ ചുറ്റിൽ നിന്നും ധാരാളം ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുസ്ലിമായി മരിക്കുക എന്നതാണ് പ്രധാനം. പണക്കാരനായി മരിക്കുക എന്നതല്ല, വലിയ സ്ഥാനമാനങ്ങളോടുകൂടി മരിക്കുക എന്നല്ല, ഏത് അവസ്ഥയിൽ മരിക്കുക എന്നുള്ളതല്ല. മറിച്ച് മരിക്കുമ്പോൾ ഈമാനോടുകൂടി, ഇഖ്ലാസോടുകൂടി, യഥാർത്ഥ മുസ്ലിമീങ്ങളായിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നമുക്ക് സാധിക്കണം. അതിന് അള്ളാഹുവിനെ ഭയപ്പെടേണ്ടുന്ന മുറപ്രകാരം നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ രണ്ടു നാമങ്ങളാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖരീബാകുന്നു. മറ്റൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല മുജീബാകുന്നു. ഖരീബ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവനാണ്. അവൻ്റെ അറിവ് കൊണ്ടും അവൻ്റെ റഹ്മത്ത് കൊണ്ടും അവൻ്റെ കാഴ്ച കൊണ്ടും അവൻ്റെ കേൾവി കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളോട് അടുത്തു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സൃഷ്ടികൾ അള്ളാഹുവിനോട് എന്തു പ്രാർത്ഥിച്ചാലും മുജീബുൻ, ആ പ്രാർത്ഥനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്നവനാകുന്നു. അതാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ. എൻ്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ പറയണം, ഞാൻ അവരുടെ സമീപസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവർ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. അപ്പോൾ അല്ലാഹു ഖരീബാണ്, അല്ലാഹു മുജീബാണ്. അല്ലാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയില്ല എന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അവർ അല്ലാഹുവിനെ സംബന്ധിച്ചു മോശമായത് കരുതിയിരിക്കുന്നു. കാരണം അത് അല്ലാഹുവിൻ്റെ സിഫത്താണ്. ഉത്തരം നൽകുക എന്നുള്ളത് അല്ലാഹുവിൻ്റെ സിഫത്താണ്. മുജീബ് എന്നുള്ളത് അല്ലാഹുവിൻ്റെ ഇസ്മാണ്. അതൊരിക്കലും തെറ്റുകയില്ല. അതുകൊണ്ട് അല്ലാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ, അസ്തജിബ് ലക്കും, ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് നമുക്ക് ഉറപ്പ് നൽകുകയാണ്. മഹാന്മാരായ ധാരാളം പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതും ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകിയതും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് നാദാനാ നൂഹുൻ ഫലനിഅമൽ മുജീബൂൻ വനജയ്നാഹു വഅഹ്ലഹു മിനൽ കർബിൽ അദീം. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം നമ്മെ വിളിച്ചു പ്രാർത്ഥിക്കുകയുണ്ടായി. എന്നിട്ട് അല്ലാഹു പറയുന്നത്, ഫലനിഅമൽ മുജീബൂൻ, എത്ര നല്ല ഉത്തരം നൽകുന്നവനായിരുന്നു അപ്പോൾ നാം എന്ന് പറഞ്ഞാൽ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകി. വനജയ്നാഹു വഅഹ്ലഹു മിനൽ കർബിൽ അദീം, ആ മഹത്തായ ദുരന്തത്തിൽ നിന്ന്, ആ വലിയ കെടുതിയിൽ നിന്ന് അദ്ദേഹത്തെയും കുടുംബത്തെയും നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയെ വലിയ കെടുതിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ് ഇന്ന റബ്ബീ ലസമീഉദ് ദുആ. എനിക്ക് വാർദ്ധക്യമായിട്ടും കുഞ്ഞുണ്ടാവാനുള്ള സാധ്യത അസ്തമിച്ച സന്ദർഭത്തിലും ഇസ്മാഈൽ, ഇസ്ഹാഖ് തുടങ്ങിയ പ്രവാചകന്മാരായ രണ്ട് മക്കളെ, സ്വാലിഹീങ്ങളായ മക്കളെ എൻ്റെ റബ്ബെനിക്ക് നൽകിയിരിക്കുന്നു. ഇന്ന റബ്ബീ ലസമീഉദ് ദുആ, തീർച്ചയായും എൻ്റെ രക്ഷിതാവ് പ്രാർത്ഥന കേൾക്കുന്നവനാകുന്നു. മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിന്റെ കെടുതികളിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖാല ഖദ് ഉജീബത് ദഅവതുകുമാ, ഇതാ നിങ്ങൾ രണ്ടുപേരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെട്ടിരിക്കുന്നു. ഒരുപാട് വർഷം രോഗിയായി കിടന്ന അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു, വ അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയദ് ദുർറു വ അൻത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, എന്നെ രോഗം ബാധിച്ചിരിക്കുന്നു, ഉപദ്രവം ബാധിച്ചിരിക്കുന്നു, നീ വളരെ വലിയ കാരുണ്യവാനാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി.
എന്തൊരു വിഷമമായിരുന്നോ, എന്തൊരു രോഗമായിരുന്നോ ഉണ്ടായിരുന്നത്, ആ രോഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കുകയും ചെയ്തു. മഹാനായ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം വദന്നൂനി ഇദ് ദഹബ മുഗാദിബൻ ഫظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. ദേഷ്യം പിടിച്ചുകൊണ്ട് അദ്ദേഹം നാടുവിടാൻ ശ്രമിച്ചു. സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ കടലിലേക്ക് എറിയപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഒരു മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങി. അങ്ങനെ കടലിന്റെ ഇരുട്ടിലും മത്സ്യത്തിന്റെ വയറ്റിന്റെ ഇരുട്ടിലും വെച്ച് അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു. ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗം. അല്ലാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. കടലിൽ നിന്ന്, മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അല്ലാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. എന്നിട്ട് റബ്ബ് പറയുകയാണ്, വകദാലിക നുൻജിൽ മുഅ്മിനീൻ. വിശ്വാസികളെ അത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നാം രക്ഷപ്പെടുത്തുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാക്ക് നൽകുകയും ചെയ്യുകയാണ്. മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ചു, ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ. അല്ലാഹുവേ, നീ എന്നെ ഒറ്റക്കാക്കി, തനിച്ചാക്കി, മക്കളില്ലാത്തവനാക്കി നീ എന്നെ വിട്ടേക്കല്ലേ റബ്ബേ, എനിക്കൊരു സന്താനത്തെ നൽകണമേ. ഫസ്തജബ്നാ ലഹു വ വഹബ്നാ ലഹു യഹ്യ വ അസ്ലഹ്നാ ലഹു സൗജഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനക്കും ഉത്തരം നൽകി. യഹ്യ എന്ന ഒരു നല്ല മകനെ, പ്രവാചകനായ സ്വാലിഹായ ഒരു മകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും വിശ്വാസികളോടും അല്ലാഹു പറയുന്നു, ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. ബദറിന്റെ രണാങ്കണത്തിൽ വളരെ വലിയ പ്രതിസന്ധി തന്റെ മുന്നിൽ കണ്ട പ്രവാചകൻ അല്ലാഹുവിനോട് ഇസ്തിഗാസ നടത്തി. ആ ഇസ്തിഗാസക്ക് അല്ലാഹു ഉത്തരം നൽകി. 1000 മലക്കുകളെ കൊണ്ട് നിങ്ങളെ സഹായിക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനവും നൽകി. അതേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നവനാണ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, പ്രാർത്ഥനക്ക് ഉത്തരം നൽകാൻ അല്ലാഹു അല്ലാതെ വേറെ ആരാണുള്ളത്? നിങ്ങൾ ഏത് വിഷമസന്ധിയിൽ അകപ്പെട്ടാലും റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട്. അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദആ വയക്ഷിഫു സൂഅ വയജഅലുകും ഖുലഫാഅൽ അർദി ഇലാഹും മഅല്ലാഹ്. വിഷമസന്ധിയിൽ അകപ്പെട്ടവൻ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകിക്കൊണ്ട് അവന്റെ പ്രയാസം നീക്കാൻ അല്ലാഹു അല്ലാതെ വേറെ ആരാണുള്ളത്? ഇലാഹും മഅല്ലാഹ്. അല്ലാഹുവിന്റെ കൂടെ വേറെ ഇലാഹുകളുണ്ടോ? ആരുമില്ല. പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നവൻ അല്ലാഹുവാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതുകൊണ്ട് ജീവിതത്തിന്റെ നിഖില മേഖലകളിലും റഹ്മാനായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവനോട് പ്രാർത്ഥിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أما بعد فإن أحسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ധാരാളം ആളുകൾ സഹോദരങ്ങളെ പറയുന്നു, ഞങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. വിശ്വാസികൾ വിഷമഘട്ടങ്ങളിൽ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. എന്നിട്ടും എന്താണ് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തത്? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രാർത്ഥന ഒരു ഇബാദത്താണ്. ആ ഇബാദത്തിന് വമ്പിച്ച പ്രതിഫലമുണ്ട്. അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന ഇബാദത്താണ്. പ്രാർത്ഥിക്കും തോറും അതിന് പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൈസ ശൈഉൻ അക്റമ അലല്ലാഹ് മിനദ് ദുആ ഐ അഫ്ളല. അല്ലാഹുവിന്റെ അടുക്കൽ ദുആയേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നുമില്ല. പ്രാർത്ഥനയേക്കാൾ പുണ്യം റഹ്മാനായ റബ്ബിന്റെ അടുക്കലില്ല. റഹ്മാനായ റബ്ബ് ഏറ്റവും ആദരവോടുകൂടി സ്വീകരിക്കുന്ന അമലും ദുആയെ പോലെ വേറെയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ആ ദുആയുടെ പവർ എന്ന് പറയുന്നത്, ചില ആളുകൾ പറയും നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നോളൂ, വേറൊന്നും ചെയ്യണ്ട. പ്രാർത്ഥനയേക്കാൾ വലിയ ആയുധമുണ്ടോ പ്രിയപ്പെട്ടവരെ? ലാ യറുദ്ദുൽ ഖദാഅ ഇല്ല ദുആ. ലാ യറുദ്ദുൽ ഖദാഅ ഇല്ല ദുആ. ദുആ കൊണ്ടല്ലാതെ ഖദാ നീങ്ങുകയില്ല.
ഖളാഇനെ തന്നെ നീക്കാൻ മാത്രം ശക്തമായ ആയുധമായി അള്ളാഹു പഠിപ്പിച്ചത് പ്രാർത്ഥനയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പക്ഷേ പ്രാർത്ഥിക്കുന്നവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്ന് പ്രവാചകൻ പറഞ്ഞു, യുസ്തജാബു ലി അഹദികും മാ ലം യഅജൽ. നിങ്ങളിൽ ഒരാൾ ധൃതി കാണിക്കാത്ത കാലത്തോളം പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് അള്ളാഹുവിൻ്റെ റസൂലെ ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ പറയലാണ്, ദഅഉതുല്ലാഹ് ഫലം യുസ്തജബ് ലി. ഞാൻ അള്ളാഹുവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു, എന്നിട്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരാശപ്പെട്ട് പ്രാർത്ഥന ഒഴിവാക്കലാണത്. മറിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, മരണം വരെ പ്രാർത്ഥിക്കണം, എങ്കിൽ നിങ്ങൾക്ക് ഉത്തരമുണ്ട്. ആ ഉത്തരം എങ്ങനെയാണ്? ദുനിയാവിൽ തന്നെ കാണുമെന്ന് നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല പ്രിയപ്പെട്ടവരെ, നമ്മളത് മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മാ മിൻ മുസ്ലിമിൻ യദ്ഉ ബിദഅവത്തിൻ ലൈസ ഫീഹാ ഇസ്മുൻ വലാ ഖതീഅതു റഹ്മിൻ ഇല്ലാ അഅതാഹു ബിഹാ മിൻ ഇഹ്ദാ സലാസ്. ഒരു മുസ്ലിമായ അടിമ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ, ഒരു പാപത്തിന് വേണ്ടിയല്ല, ഒരു ഹറാമായ കാര്യത്തിന് വേണ്ടിയല്ലെങ്കിൽ, കുടുംബബന്ധം മുറിക്കുന്ന വിഷയമല്ലെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം ഹലാലാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നൽകും. അതിൽ ഒന്ന്, ഇമ്മ അൻ തുഅജ്ജല ലഹു ദഅവ. എന്താണോ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനക്കുള്ള ഉത്തരം ഉടനെ തന്നെ ലഭിക്കും, ആവശ്യപ്പെട്ടത് കിട്ടും. അതാണൊന്ന്. എന്നാൽ അത് മാത്രമാണോ? അല്ല. രണ്ടാമത്തത് ശ്രദ്ധിക്കുക, വ ഇമ്മ അൻ യദ്ഖിറഹാ ലഹു ഫിൽ ആഖിറ. പരലോകത്തൊരു പ്രതിഫലമായി, ഒരു ഇബാദത്ത് എന്നുള്ള നിലക്ക് അതിൻ്റെ പ്രതിഫലവും പരലോകത്ത് അതിനേക്കാൾ മെച്ചപ്പെട്ടത്, ദുനിയാവിൽ ചോദിച്ചതിനേക്കാൾ മെച്ചപ്പെട്ടത് പരലോകത്തൊരുക്കി വെക്കും. അപ്പോൾ അത് ദുനിയാവിൽ കിട്ടില്ല എന്നർത്ഥം, പരലോകത്താണ് കിട്ടുന്നത്. എന്നാലും അത് പ്രാർത്ഥനയുടെ ഉത്തരമാണ്, അത് പ്രാർത്ഥനയുടെ ഉത്തരമാണ്. മൂന്നാമത്തത്, അതും ശ്രദ്ധേയമാണ്, സൃഷ്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണത്, വ ഇമ്മ അൻ യസ്രിഫ അൻഹു മിനസ്സൂഇ മിസ്ലഹു. അയാളിൽ നിന്ന് എന്തൊരു വിഷയമാണോ പ്രാർത്ഥിച്ചത് അതിന് തത്തുല്യമായ മറ്റൊരു ഷർറ്, നമ്മൾ ചോദിക്കാത്ത ഒരു ഷർറിനെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നിന്ന് തടയും, ഒരു പരീക്ഷണത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തടയും. രാവു പകൽ ഒരുപോലെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, പല കാര്യങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു വേള നമ്മൾ ചിന്തിച്ചാൽ ഒരുപാട് മുസീബത്തുകൾ നമ്മളെ ബാധിക്കാവുന്ന രംഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്, നമ്മൾ നടന്നു പോകുന്നുണ്ട്. എന്നിട്ടും സുരക്ഷിതരായി വീട്ടിലെത്തി കിടന്നുറങ്ങാൻ നമുക്ക് സാധിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശർറുകളെ നമ്മളിൽ നിന്ന് തടയുന്നത് കൊണ്ടാണ്. അത് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഈ രൂപങ്ങളെല്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ചോദിച്ചതെല്ലാം അങ്ങനെ തന്നെ കിട്ടുക എന്നതല്ല പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കില്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് റഹ്മാനായ റബ്ബ് ഉത്തരം നൽകുമെന്ന ഉറപ്പോടുകൂടി നമ്മൾ ദുആ ചെയ്യണം. ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടിയായിരിക്കണം നിങ്ങൾ ദുആ ചെയ്യേണ്ടത്. ഇന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധമായ ഹൃദയത്തോടുകൂടി ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കുകയില്ല. മനസ്സാന്നിധ്യത്തോടുകൂടി ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരമുണ്ട്. അതുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. നമസ്കാരത്തിലെ സുജൂദിലും തശഹുദിലും 2 ബാങ്കുകൾക്കിടയിലും രാത്രിയുടെ അവസാനയാമത്തിലും മറ്റ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിലും റഹ്മാനായ റബ്ബിനോട് മനസ്സാന്നിധ്യത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. ആദ്യം അല്ലാഹുവിനെ സ്തുതിക്കണം, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. അങ്ങനെ ഹംദും സ്വലാത്തിനും ശേഷം കൈകൾ ഉയർത്തി റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉറപ്പാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.